السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്ന എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്, നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്. മുടങ്ങാതെ ഈ സയ്യിദിയ മജ്ലിസ് വീക്ഷിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരുണ്ട്. അല്ലാഹുവേ, ഒരു നിലക്കും അവരെ കൊയക്കല്ലേ അല്ലാഹ്, അവരെ തളർത്തല്ലേ അല്ലാഹ്, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് മുസീബത്തുകൾ കൊടുക്കല്ലേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ സയ്യിദിയ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ആയത്തിനെ പറ്റിയാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 114 അധ്യായങ്ങളിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ഹൃദയമായ സൂറത്തുൽ യാസീനിലെ ഒരു ആയത്തിനെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു ആയത്തിനെ പറ്റിയാണ്. നമ്മളെല്ലാവരും ചൊല്ലുന്ന ഒരു ദിക്റാണ് ഒരു ആയത്ത്. ഈ ദിക്റ് ഒരു ദിക്റായിട്ട് ചൊല്ലുന്ന ഒരു ഈ ആയത്ത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയമായ യാസീൻ ഒരു പ്രധാനപ്പെട്ട സുപ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ ആയത്തെങ്ങാനും ഒരാൾ ഓതിക്കഴിഞ്ഞാൽ, ചൊല്ലിക്കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന നേട്ടങ്ങൾ വലിയ നേട്ടമാണ്. വലിയ മഹത്വമുള്ള, വലിയ ഫളാഇലുള്ള, വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു ആയത്താണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ഈ കുഞ്ഞൻ ആയത്ത്, ഈ ചെറിയ ആയത്ത്. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കണം, ജീവിതത്തിൽ നമുക്ക് പതിവാക്കണം. നമ്മളെ ബലാഅകൾ എല്ലാവരും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും പ്രയാസത്തിലാണ്, എല്ലാവരും ബുദ്ധിമുട്ടിലാണ്, ഇടങ്ങേറിലാണ്. ബലാഇനെ തൊട്ട്, മുസീബത്തിനെ തൊട്ട്, ഇടങ്ങേറിനെ തൊട്ട് ഒരു കാവലേകാൻ, അല്ലാഹുവിന്റെ കവചം തീർക്കാൻ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ ആയത്തിനെ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും. അല്ലാഹുവിൽ നിന്നൊരു കവചം തീർക്കാൻ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാതിരിക്കാൻ, ബുദ്ധിമുട്ടുകളില്ലാതിരിക്കാൻ, ഇടങ്ങേറുകളില്ലാതിരിക്കാൻ, നമ്മളെ ജീവിതത്തിൽ ഒരു കവചമുണ്ടാക്കി തീർക്കാൻ ഈ ആയത്തിനെ കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാകും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ആയത്താണ്. നിങ്ങൾക്ക് ഇഷ്ടത്തിൽ, നിങ്ങളുടെ എണ്ണത്തിൽ, ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓതാം. ഇത്ര എണ്ണം എന്ന് കണക്കില്ല, എത്രയും എണ്ണത്തിൽ നിങ്ങൾക്ക് ഇത് പതിവാക്കാം. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ആയത്താണ് ഈ ആയത്ത്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ഹൃദയമായ ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയമാണ് യാസീൻ. ആ യാസീൻ സൂറത്തിന്റെ ഹൃദയമാണ് ഈ ആയത്ത്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആന്റെ ഹൃദയമാണ് ഏത്? സൂറത്തുൽ യാസീൻ. ആ യാസീനിന്റെ ഹൃദയമാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ ആയത്ത്. അത്രയും മഹത്വമുണ്ട് ഈ ആയത്തിന്, അത്രയും മഹത്വമുണ്ട് ഈ ആയത്തിന്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഖൽബിൽ ഖുർആൻ എന്നാണ് പരിശുദ്ധമാക്കപ്പെട്ട ഈ ആയത്തിനെ കൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ, മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ കൽബാണ് പരിശുദ്ധമാക്കപ്പെട്ട യാസീൻ സൂറത്ത്. അതിന്റെ കൽബാണ് ഏത്? ഈ ആയത്ത്. അതാണ് ഖൽബിൽ ഖുർആൻ എന്ന് പറയാൻ കാരണം.
അത്രയും പവർഫുള്ളാണ്. അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ആയത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ആരെങ്കിലും ഒരു ദിവസം 7 പ്രാവശ്യം ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ, ചൊല്ലിക്കഴിഞ്ഞാൽ അവനക്ക് ലഭിക്കുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ, മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹ് അവരുടെ കിതാബായ അർ-റഹ്മത്തു ഫി തിബ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. ഇതിന്റെ മഹത്വങ്ങൾ ആരെങ്കിലും 7 പ്രാവശ്യമോ അതിൽ കൂടുതലോ ഇൻഷാ അല്ലാഹ് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അവനക്ക് വെറുക്കപ്പെടുന്ന രോഗങ്ങൾ അവനക്ക് ജീവിതത്തിൽ ഉണ്ടാവൂല. ഒരാള് വെറുക്കപ്പെടുന്ന രോഗം, കുഷ്ഠരോഗം, അങ്ങനെയുള്ള രോഗങ്ങൾ, ചൊറി പോലുള്ള രോഗങ്ങൾ, ആളുകൾ കണ്ടാൽ ലജ്ജ തോന്നുന്ന, അറപ്പ് തോന്നുന്ന രോഗങ്ങൾ അവനക്ക് ഉണ്ടാകില്ല എന്ന് മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി തആല അൻഹു അവരുടെ ഗ്രന്ഥമായ അർ-റഹ്മത്തു ഫി തിബ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം. മഹാനായ സുയൂത്തി ഇമാം അവരുടെ ഗ്രന്ഥമായ അർ-റഹ്മത്തു ഫി തിബ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. അവനക്ക് മറ്റുള്ള ആളുകൾ, ജനങ്ങൾ വെറുക്കുന്ന, അറുക്കുന്ന രോഗങ്ങൾ അവനക്ക് ഉണ്ടാകില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലിക്കൂടെ? നമുക്ക് ചൊല്ലാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര കഴിയും, ഒരു ദിവസം 1000 കഴിയുമോ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചൊല്ലാം. 10000 കഴിയുമോ ഇൻഷാ അല്ലാഹ് ചൊല്ലാം. ലക്ഷക്കണക്കിന് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുമോ ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം. എത്രയാണോ നിങ്ങൾ ചൊല്ലുന്നത്, നിങ്ങളുടെ ബുദ്ധിമുട്ട് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൊല്ലാം. ഒരു ഇടങ്ങേറുകൾ അല്ലാഹു നമുക്ക് നൽകൂല, ഒരു ബലാ അള്ളാഹു നൽകൂല, ഒരു മുസീബത്തുകൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകില്ല. എപ്പോഴും അള്ളാഹുവിന്റെ ഒരു കവചം, മനസ്സമാധാനം ജീവിതത്തിൽ ഉണ്ടാകും. ടെൻഷൻ അള്ളാഹു നൽകൂല, ഒരു കവചം അള്ളാഹു തീർക്കും. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നൊരു കവചം തീർക്കും ഈ ആയത്ത് കൊണ്ട്, ഈ കുഞ്ഞനായത്ത് കൊണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലിക്കൂടെ? നമുക്ക് ചൊല്ലിക്കൂടെ എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ? ഏതാണ് ആയത്ത്? ഇൻഷാ അല്ലാഹ് അത് പറയുന്നതിന് മുമ്പ്, ആയത്ത് പറയുന്നതിന് മുമ്പ് നമ്മളെ മജ്ലിസിലേക്ക്, സയ്യിദിയ മജ്ലിസിലേക്ക് ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്ന്, നമ്മളെപ്പോഴും പറയുന്നത് പോലെ പല ഭാഗങ്ങളിൽ നിന്ന് വിളിച്ചന്വേഷിക്കുന്ന ആളുകളുണ്ട്. ഇനി തങ്ങളെ എന്നാണ് വീട്ടിലുള്ളത്, നിങ്ങളെ വീട്ടിലില്ലേ, നാട്ടിലില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ നേരിട്ട് വരാൻ വേണ്ടിയാണ്. തങ്ങൾ എന്നാണ് വീട്ടിലുണ്ടാകുക, ഇനി എന്നാണ് കൺസൾട്ടിങ് ഉള്ളത്. ഇതൊരു വലിയൊരു പ്ലാറ്റ്ഫോം ആകുന്ന സമയത്ത്, യൂട്യൂബ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കുന്നവർക്ക് അതൊരു സമാധാനമാണ്. കാരണം ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ തങ്ങളടുത്ത് ശനിയാഴ്ച ഉണ്ട് എന്നുള്ളത്. ആ അനുസരിച്ച് വരാമെന്ന് അവർ ഉദ്ദേശിക്കും. അതുകൊണ്ട് വരുന്ന ശനിയാഴ്ചയാണ് ഇനി വീട്ടിൽ കൺസൾട്ടിങ് ഉള്ളത്. ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ വരിക, വഴി ചോദിച്ചറിഞ്ഞ് ബുക്ക് ചെയ്തു വരിക. എല്ലാ പ്രയാസങ്ങളും, എല്ലാ പ്രതിസന്ധികളും ഞങ്ങൾക്ക് നീ മാറ്റി നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ, നീ രക്ഷ നൽകണേ അല്ലാ, എല്ലാ മാരകമായ അസുഖങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണേ അല്ലാ, നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് നമുക്ക് അമലിലേക്ക് കടക്കാം. എന്താണ് അമല്? എന്താണ് അമല്? എന്താണ് ഇൻഷാ അല്ലാഹ്? ഏതാണ് അമല്? ഏതാണ് ആ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ യാസീനിലെ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ഹൃദയമായ സൂറത്തുൽ യാസീനിലെ ഹൃദയമായ ആ ആയത്ത് ഏതാണ്? ഏതാണ്? പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ യാസീനിലെ 58-ാമത്തെ ആയത്ത്, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഏതാണ് ആയത്ത്? പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്തുൽ യാസീനിലെ 58-ാമത്തെ ആയത്ത്, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റുചൊല്ലണേ. ഒരു 21 പ്രാവശ്യം നമുക്ക് ചൊല്ലാം. ഈ മജ്ലിസിൽ നിന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലിക്കൂടെ? നമുക്ക് ചൊല്ലിക്കൂടെ? നമ്മളെ പ്രയാസങ്ങൾ മാറാൻ, നമ്മളെ ബുദ്ധിമുട്ടുകൾ മാറാൻ, നമ്മളെ അടങ്ങേറുകൾ മാറാൻ, നമ്മളെ മുസീബത്തുകൾ മാറാൻ, അല്ലാഹുവിൻ്റെ ഒരു കാവല് നേടാൻ, സിഹ്ർ പോലുള്ള മാരണങ്ങളെ തൊട്ട് കാവലേകാൻ നമുക്ക് ചൊല്ലിക്കൂടെ? പൈശാചികമായ ശല്യങ്ങളിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് ഒരു രക്ഷ നേടാൻ നമുക്ക് ചൊല്ലിക്കൂടെ? എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റുചൊല്ലണേ, ഏറ്റുചൊല്ലണേ. പായാക്കല്ലേ.
ഇൻഷാ അല്ലാഹ് നിങ്ങൾ പതിവാക്കണേ. ഒരു 21 പ്രാവശ്യം എൻ്റെ കൂടെ ചൊല്ല്. ഇനി മുതൽ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ എത്രയും നിങ്ങൾക്ക് ചൊല്ലാം. ഈ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ യാസീനിലെ ഈ 58-ാമത്തെ ആയത്ത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ ചൊല്ലണേ. എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റുചൊല്ല്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, 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 സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ. ധാരാളം പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന, വലിയ ഇടങ്ങേറുകൾക്ക് നിങ്ങൾക്ക് കാവലേകുന്ന, വലിയ മാരകമായ രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കവചം തീർക്കാൻ, സംരക്ഷണമേകാൻ, ശിഫ ലഭിക്കാൻ ഇൻഷാ അല്ലാഹ് ഈ ആയത്തിനെ നിങ്ങൾ ചൊല്ല്. ഹൃദയത്തോട് ചേർത്ത് വെക്ക്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ നീ ആയത്തിനെ സ്വീകരിക്കണേ അല്ലാഹ്. ഈ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ സകലമാന മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ കൊയക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ തളർത്തല്ലേ അല്ലാഹ്. ധാരാളം ആളുകൾ എൻ്റെ മുത്തുമുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ സകലമാന മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസ് ധാരാളം ആളുകൾ മുടങ്ങാതെ കാണുന്ന എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാഹ്. അവർക്ക് റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്. അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാഹ്. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാഹ്. അവർക്ക് ബലാകൾ കൊടുക്കല്ലേ അല്ലാഹ്. അവർക്ക് മുസീബത്തുകൾ കൊടുക്കല്ലേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെയും അവരും നീ കാത്തോളണേ അല്ലാഹ്. നീ കാവല് നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാവലേഖണേ അല്ലാഹ്. ഞങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ ഞങ്ങളെ തന്ന് നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ സമ്പത്തിനെയും ശരീരത്തെയും ഒരുപോലെ കാർന്നു തിന്നുന്ന മാരകമായ രോഗങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് പ്രയാസങ്ങൾ നൽകല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നൽകല്ലേ അല്ലാഹ്. എൻ്റെ ധാരാളം പ്രവാസികൾ, ധാരാളം ദിക്കുകളിൽ നിന്ന് ഈ മജ്ലിസ് വീക്ഷിക്കുന്നവര്, എൻ്റെ പ്രവാസി സുഹൃത്തുക്കള്, എൻ്റെ ദ്വീപ് നിവാസികള്, അല്ലാഹുവേ അവരെ കൊയക്കല്ലേ അല്ലാഹ്. അവരെ തളർത്തല്ലേ അല്ലാഹ്. അവർക്ക് ജോലിയിൽ പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്. അവരെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാഹ്. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാഹ്. പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലേ അല്ലാഹ്. പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലേ അല്ലാഹ്. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി നാട്ടിലേക്ക് ജനാസ കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കും, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ മുഹിബ്ബീങ്ങളായ ഒരു പ്രവാസിക്കും നീ കൊടുക്കല്ലേ അല്ലാഹ്. നീ കൊടുക്കല്ലേ അല്ലാഹ്. നീ കൊടുക്കല്ലേ അല്ലാഹ്. എൻ്റെ പ്രവാസികളെ നീ കാത്തോളണേ അല്ലാഹ്. നീ കാവലേകണേ അല്ലാഹ്. വീടില്ല തങ്ങളെ, വീടിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. ഒരു റാഹത്തായ ഒരു ഭവനം, ഒരു മസ്കർ നീ കൊടുക്കണേ അല്ലാഹ്. ഭർത്താവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നീ നന്നാക്കണേ അല്ലാഹ്. അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. മക്കളെ കാര്യങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളിലാക്കണേ അല്ലാഹ്. മക്കൾക്ക് റാഹത്തായ ജോലി നീ കൊടുക്കണേ അല്ലാഹ്. മക്കൾക്ക് റാഹത്തായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാഹ്. ആക്സിഡന്റ്, അപകട മരണങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ അല്ലാഹ്. നടുറോട്ടിൽ നിന്ന് പെറുക്കി
കഫനെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ. മരണം ഹൈറാക്കുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തില് കലിമ ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. നീ പെടുത്തണേ അല്ലാ, നീ പെടുത്തണേ അല്ലാ. ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാ. അവരെ ഖബർ ജീവിതം നീ റാഹത്തിലാക്കണേ അല്ലാ. സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാലത നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മൗത്താകുമല്ലാ. ഈമാൻ നീ നൽകണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ. ഈമാൻ പരിപൂർണമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാ. നീ അവരെ കാത്തോളണേ അല്ലാ. നീ അവർക്ക് കാവല് നൽകണേ അല്ലാ. ഈ സയ്യിദിയം മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, ഞങ്ങളെ ഉപ്പാപ്പമാരുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അവർ എല്ലാ സകലമാന കാര്യങ്ങളിലും അല്ലാ നീ കാവല് കൊടുക്കണേ അല്ലാ. നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ. നിന്റെ സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാ ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ. നീ ഹറാമാക്കണേ അല്ലാ. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഹുദവി നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. ആരംഭപ്പുവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. നീ പെടുത്തണേ അല്ലാ. ബിസ്മില്ലാഹിൽ റഹ്മാനിർ റഹീം മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് നമ്മളെപ്പോഴും പറയുന്നത് പോലെ മജ്ലിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസ്റ്റർ നിങ്ങൾക്ക് കാണാം. നമ്മളെ മജ്ലിസിൻ്റെ കീഴിൽ, സയ്യിദിയം മജ്ലിസിൻ്റെ കീഴിൽ ഇരു ഹറമുകളിലേക്ക് ഉംറ സർവീസ് ഇൻഷാ അല്ലാഹ് നടത്തുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ എല്ലാവർക്കും താല്പര്യമുണ്ടാകും അവിടെ പോകാനും മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ. താല്പര്യമില്ലാത്തവർ നമ്മളെ കൂട്ടത്തിൽ ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവരും അത് കൊതിച്ച് നടക്കുകയാണ്. അല്ലാഹുവേ, നീ എത്തിക്കണേ അല്ലാ, നീ എത്തിക്കണേ അല്ലാ. റൗള ശരീഫിലേക്കൊന്ന് ചെന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ നേതാവിൻ്റെ അടുക്കലേക്കൊന്ന് ചെല്ലാൻ മരിക്കുന്നതിന് മുമ്പ് ആ റൗളയൊന്ന് കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. വിധി നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ആഗ്രഹമുള്ള ആളുകൾ ഉടനെ ഇൻഷാ അല്ലാഹ് ബന്ധപ്പെടുക. റാഹത്തായ നിലയിൽ ഇതിൻ്റെ ബഡ്ജറ്റാണ്, സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ട് നിങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിലാണ് സർവീസ് നടത്തുന്നത്. തുച്ഛമായ സീറ്റുകൾ മാത്രമാണ് ഇത് ബാക്കിയുള്ളത്. ഇൻഷാ അല്ലാഹ് അതിലേക്കും കൂടി നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് സീറ്റുകൾ ഉറപ്പുവരുത്തുക. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.